കൊല്ലത്ത് കടന്നൽക്കൂട്ടം ആക്രമണത്തിൽ ഒരാൾക്ക് ഗുരുതരമായ പരിക്കേറ്റു. ഇയാളെ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു. കൊട്ടാരക്കര പത്തടിയിലാണ് കടന്നൽക്കുത്തേറ്റ് നിരവധി പേർക്ക് പരിക്കേറ്റത്. കപ്പ കൃഷി ചെയ്തിരുന്ന 4 തൊഴിലാളികൾക്കും നാട്ടുകാരായ 3 പേർക്കുമാണ് കുത്തേറ്റത്. ഞാൻ വീടിനകത്തിരിക്കുവായിരുന്നു. അപ്പം ഈ ബഹളം കേട്ടോണ്ടാണ് ഞാൻ വെളിയിൽ ഇറങ്ങുന്നത്. അപ്പം ആൾക്കാർ ഇങ്ങനെ നമ്മുടെ എല്ലാം കൂടെ കുറേ ആൾക്കാരെല്ലാം കൂടെ നമ്മളെ വെളിയിൽ നിന്ന് ബഹളം ഉണ്ടാക്കുന്നു, കടന്നൽക്കുത്തേറ്റ് ബഹളം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇങ്ങനെ ഓടിച്ചെല്ലുമ്പോഴാണ് സ്ത്രീകളും അവരെ ബാക്കി നമ്മളെ അയൽവക്കത്തുള്ള സ്ത്രീകളും അവരെ ഭർത്താക്കന്മാരെല്ലാം കൂടെ ഇങ്ങനെ പുതപ്പും തുണിയെല്ലാം കൂടി ഇട്ടിങ്ങനെ എന്നെ കൂടിയിരിക്കുന്ന കടന്നു കുത്തേറ്റ്. അങ്ങനെ ഞാൻ ഓടിച്ചെല്ലുമ്പം ഒരാൾ അവശരാണ്, നമ്മുടെ വീടിനടുത്തുള്ള പ്രദീപ് എന്നുള്ള ഒരാൾ. അപ്പം നമ്മൾ അയാളെ ഹോസ്പിറ്റലിൽ അയാളെയും നമ്മുടെ വീടിനടുത്തുള്ള ദേവസ്വം ബോർഡ് പുള്ളി ഒരാളുണ്ട്. അപ്പോൾ അവർ രണ്ടുപേരെയും കൂടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോഴാണ്, ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴാണ് ഈ അടുത്തുള്ള ഈ തുളസി തന്നെ അവർ പുള്ളി പാടത്ത് പണി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ പുള്ളിയും കൂടെ കൊണ്ട് ഹോസ്പിറ്റലിൽ നിൽക്കുന്നത്. അപ്പം നമ്മളെ വാർഡിലാണ്, ഞാനൊരു പൊതുപ്രവർത്തകനാണ്. അപ്പം ആ പുള്ളി ഇങ്ങനെ ഹോസ്പിറ്റലിൽ സീരിയസ് ആയിരുന്നു. അങ്ങനെ ആ പുള്ളിയുടെ കൂടി ഇങ്ങനെ ഡിസ്ട്രിക്റ്റിലോട്ട് വരുമായിരുന്നു. അവിടെ നല്ലപ്പോഴാണോ ഈ സംഭവിക്കുന്നത്? അത് ഇങ്ങനെ ആദ്യമായിട്ട് നല്ലപ്പോഴാണ് ഇങ്ങനെ സംഭവം ഉണ്ടാകുന്നത് തന്നെ. അത് ആ പ്രദേശം ഒരു കടന്നൽ ഉള്ള ഒരു പ്രദേശം, ഒരു കാട് പ്രദേശമാണ്. അപ്പം അത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത് തന്നെ. ഒരാളെ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ ICUവിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. കൊട്ടാരക്കര കോട്ടാത്തല പത്തടി ഉടയൻകാവ് സമീപം മീനം കോട്ട് വയലിലാണ് സംഭവം നടന്നത്. പത്തടി സ്വദേശിയായ സുഗതന്റെ പാടത്ത് മരിച്ചീനി കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന കർഷക തൊഴിലാളികളെ കടന്നൽക്കൂട്ടം ആക്രമിക്കുകയായിരുന്നു. കോട്ടാത്തല സ്വദേശി 72-കാരനായ തുളസീധരൻ, രവീന്ദ്രൻ, മനോജ് ലാലു എന്നിവർക്ക് പാടത്ത് വെച്ചും സജീവ്, ബിജു, പ്രദീപ് എന്നിവർക്ക് വീടിന് സമീപത്ത് വെച്ചും കടന്നൽ ആക്രമണത്തിൽ പരിക്കേറ്റു. തുളസീധരനെ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിലും മറ്റുള്ളവരെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. വയലിന് സമീപത്തെ കാട് പിടിച്ച സ്ഥലത്തെ മരത്തിൽ കടന്നൽക്കൂട്ടിൽ പരുന്ത് കൊത്തിയതിനെ തുടർന്നാണ് കടന്നൽ ഇളകിയതെന്നാണ് കർഷകനായ സുഗതൻ പറയുന്നത്. വനം വകുപ്പിനെയും അഗ്നിരക്ഷാസേനയും വിവരം അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.